അപ്പോൾ ഒരു ഡേറ്റ അനലിസ്റ്റ് ആയാലും അല്ലെങ്കിൽ ഒരു ഡേറ്റ സയൻറ്റിസ്റ്റോ ഡേറ്റ എഞ്ചിനീയറോ ആയാലും നിങ്ങൾക്ക് എത്രയാണ് സാലറി പാക്കേജ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എന്നുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ കൂടുതലും കേട്ടുവരുന്നത്. എൻട്രി ലെവലിൽ അല്ലെങ്കിൽ ഫ്രഷേഴ്സിനെ അല്ലെങ്കിൽ മറ്റുള്ള ഡൊമൈൻസിൽ നിന്ന് സ്വിച്ച് ചെയ്ത് വരുന്നവർക്ക് ഇങ്ങനെയുള്ള കേസിലൊക്കെ കൂടുതലും സാലറി പാക്കേജ് നമ്മൾ കണ്ടുവരാറ് 4 to 7 LPA എന്നുള്ള റേഞ്ചിലാണ് നമ്മൾ കൂടുതലും സാലറി പാക്കേജ് കണ്ടുവരാറ്. മുമ്പൊക്കെ അതായത് ഈ ഒരു ഡേറ്റ അനലിസ്റ്റ് റോള് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് ആഫ്റ്റർ കോവിഡ് നല്ലൊരു ബൂമായിരുന്നു ഈ ഒരു ഇൻഡസ്ട്രിയിൽ. അതായത് 2022 ആ ഒരു സമയത്തൊക്കെ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 300% ഒക്കെ ഹൈക്ക് കിട്ടിയ ആ ഒരു സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ കയറുന്ന സമയത്തൊക്കെ ഒരു 5 to 7 ആ ഒരു റേഞ്ചിലൊക്കെ നന്നായിട്ട് ബൂമായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ചും കൂടി സ്റ്റെബിലൈസ്ഡ് ആയിട്ടുണ്ട്. അതായത് 2023 ഉണ്ടായിരുന്ന നല്ല ലേ ഓഫ്സും കാര്യങ്ങളൊക്കെ വന്ന് 2024 ഇത് അത്യാവശ്യം വന്ന് സ്റ്റെബിലൈസ്ഡ് ആയി ഇപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഒരുപാട് കമ്പനീസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഡേറ്റ അനലിസ്റ്റ് എന്നുള്ള പൊസിഷൻ എൻട്രി ലെവലിൽ പൊസിഷനിൽ കൊടുക്കാൻ തുടങ്ങി. ബിസിനസ് അനലിസ്റ്റ് ആയിട്ടും ഈവൻ AI ML എഞ്ചിനീയേഴ്സ് ആയിട്ടും എല്ലാവരും എൻട്രി ലെവലിൽ ഈ ഒരു റേഞ്ചിലാണ് പൊതുവെ കൊടുത്തു കാണാറ്. അതായത് ഇപ്പോൾ ഈ ഒരു സാലറിയുടെ കാര്യം നമ്മൾ പൊതുവെ പറയുന്ന സമയത്ത് ഇതെപ്പോഴും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സിറ്റി, അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി, അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച കോളേജിൻ്റെ ടോപ്പ് ടയർ, നോൺ ടോപ്പ് ടയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു ടോപ്പ് ടയർ കോളേജ് NIT IIT അതുപോലെ തന്നെ അല്ലെങ്കിൽ ബിറ്റ്സ് അതുപോലെ തന്നെ പ്രൈവറ്റിൽ വരുന്ന VIT അങ്ങനെയുള്ള ഒട്ടുമിക്ക കോളേജസ് നിന്നും വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺ ക്യാമ്പസിൽ തന്നെ നല്ല രീതിയിലുള്ള പാക്കേജസ് ഇപ്പോൾ ചില കമ്പനീസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഓൺ ക്യാമ്പസിൽ നിങ്ങൾ ഹയർ ചെയ്യുന്ന സമയത്ത് ചില കമ്പനീസിന് ഓൾറെഡി 8.5 അല്ലെങ്കിൽ 8 to 10 ആ ഒരു റേഞ്ചിലൊക്കെ കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കേസിൽ അവർക്ക് അവരുടെ ഡേറ്റ അനലിസ്റ്റ് ഹയറിങ്ങിന് ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 8 to 10 കിട്ടുന്ന വരാം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു സിറ്റി ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ 3.4 അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരേക്ക് നോക്കുമ്പോൾ അത് 4.5 ഹൈദരാബാദിൽ അത് അങ്ങനെയുള്ള കേസിൽ സിറ്റി മാറുന്നതിനനുസരിച്ചിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കമ്പനിക്ക് അനുസരിച്ചിട്ടും ഈ ഒരു സാലറി പാക്കേജ് ഡിഫർ ചെയ്യും. ഈ ഒരു റേഞ്ചിലാണ് പൊതുവെ എൻട്രി ലെവൽ സാലറീസ് വരാറ് 4 to 7 LPA എന്നുള്ള റേഞ്ചിൽ. അപ്പോൾ ഇനി നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അപ്പോൾ ഈ ഒരു ഡേറ്റ അനലിസ്റ്റ് ആയിട്ടോ ഡേറ്റ എഞ്ചിനീയർ ആയിട്ടോ അല്ലെങ്കിൽ ഡേറ്റ സയൻറ്റിസ്റ്റ് ആയിട്ടോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കൂടുതലും ഈ ഒരു 7 to 15 LPA എന്നുള്ള രീതിയിലുള്ള ആ ഒരു റേഞ്ചിലാണ് വരിക. അതിലിപ്പോൾ ഡേറ്റ അനലിസ്റ്റ് ആണെങ്കിൽ അതിൽ കുറച്ച് കുറയും, ഡേറ്റ സയൻറ്റിസ്റ്റ് ആകുമ്പോൾ കുറച്ച് കൂടും, ഡേറ്റ എഞ്ചിനീയർ ആകുമ്പോൾ കുറച്ച് കൂടും. ഇതിലൊക്കെ നിങ്ങളുടെ സ്കിൽ സെറ്റും അതുപോലത്തെ വലിയ വലിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള എബിലിറ്റിയും കൂടി മാറ്ററാണ്. അപ്പോൾ അതായത് എൻട്രി ലെവൽ സാലറി എല്ലാവർക്കും കിട്ടുമായിരിക്കും. ഒരു ജോബിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി ഒരു ജോബിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മേ ബി ഈ ഒരു 4 to 7 എന്നുള്ള പാക്കേജിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്. ബട്ട് അതിനുശേഷം നിങ്ങൾ എത്രത്തോളം ഡൊമൈൻ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതിനുശേഷം നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻസ് ആയിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് സാലറി അല്ലെങ്കിൽ നെക്സ്റ്റ് സ്വിച്ച് അല്ലെങ്കിൽ നെക്സ്റ്റ് ഹൈക്ക്. അതായത് ഒരാൾക്ക് ഒരു സീനിയർ ഡേറ്റ അനലിസ്റ്റ് എന്നുള്ള പൊസിഷൻ അല്ലെങ്കിൽ സീനിയർ ഡേറ്റ എഞ്ചിനീയർ, സീനിയർ ഡേറ്റ സയൻറ്റിസ്റ്റ് എന്നുള്ള പൊസിഷൻ കിട്ടുകയാണെങ്കിൽ ആ ഒരു പൊസിഷൻ അയാൾക്ക് കിട്ടണമെങ്കിൽ തന്നെ ഒരു സ്കിൽ ബാരിയർ ഉണ്ട്. അതായത് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം അല്ലെങ്കിൽ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലത്തിൻ്റെ വ്യാപ്തി നന്നായിട്ട് കൂടിയിരിക്കണം. അതുപോലെ തന്നെ വലിയ വലിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ നെഗോഷിയേഷൻ സ്കിൽസും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഞാനിപ്പോൾ പറഞ്ഞ പോലെ 7 to 15 LPA വരെ സെക്കൻഡ് സ്വിച്ചിൽ, അതായത് ഒരു 2 years അല്ലെങ്കിൽ 3 years എക്സ്പീരിയൻസിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കിട്ടുന്നത്. അത് 15 അല്ല 20 വരെ എത്താവുന്ന ചാൻസസും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ചില കമ്പനീസ് അവരുടെ ഫ്രഷർ സാലറി തന്നെ ഒരു 9.5 ഒക്കെ ഉള്ള കമ്പനീസ് ഉണ്ടാവും, അല്ലെങ്കിൽ 10 above ഉള്ള കമ്പനീസ് ഉണ്ടാവും. ഇത്തരം കമ്പനീസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ജസ്റ്റ് ഒരു സ്വിച്ച് ചെയ്താൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹൈക്ക് കിട്ടിയാൽ തന്നെ ഒരു 20 LPA കാര്യങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റും. ഇനി അതിന് ശേഷമുള്ളത് സീനിയർ ഡേറ്റ അനലിസ്റ്റ്, സീനിയർ പൊസിഷന് ശേഷമുള്ളതാണ് ലീഡ് അല്ലെങ്കിൽ മാനേജർ എന്നുള്ള പൊസിഷൻ. ഈ ഒരു പൊസിഷൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ഡിപ്പെൻസ് ആണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിലാണ് വർക്ക് ചെയ്തത്, ആ സ്റ്റാർട്ടപ്പിന് വലിയൊരു ഫണ്ടിങ് കാര്യങ്ങളൊക്കെ കിട്ടി അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ ഒരു യൂണിക്കോണായി മാറിയെന്ന് വെച്ചു. ആ ഒരു സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ട്, നിങ്ങൾ ഒരു ലീഡാണ് അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അവിടെ കാഴ്ചവെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി അതുപോലെ തന്നെ സ്കൈ റോക്കറ്റ് ചെയ്യും. അപ്പോൾ അതിൽ തന്നെ 30+ LPA കിട്ടുന്ന ആൾക്കാരുണ്ടാവും, മേ ബി 40+ LPA കിട്ടുന്ന ആൾക്കാരുണ്ടാവും. ഈവൻ ഐ ഹാവ് സീൻ, നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും, നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ പല രീതിയിൽ പഠിച്ചിട്ട് അതായത് 4 LPA ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ ഡയറക്റ്റ് 30 LPA
എത്തിയ ആൾക്കാരും ഡയറക്റ്റ് 20 LPA എത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ഒരു സ്കിൽ സെറ്റും അവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ജേണി എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലായിരിക്കും. ഭയങ്കരമായിട്ട് നിങ്ങൾ ആ ഒരു മേഖലയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, പ്രോജക്ട്സ് ചെയ്യുന്നുണ്ടാവും, നല്ലോണം പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് എഫേർട്ട് ആയിരിക്കില്ല അവരിടുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അവരുടെ സ്കില്ലിനെയും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവർക്ക് പാക്കേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ കേസാണ്, എല്ലാവരുടെ കാര്യത്തിൽ ഇത് സംഭവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൂടുതലും ആവറേജ് കേസസ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ ആവറേജ് രീതിയിലാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു നെക്സ്റ്റ് പൊസിഷൻ ലീഡ് അല്ലെങ്കിൽ മാനേജർ എന്നുള്ള രീതിയിൽ കിട്ടുകയാണെങ്കിൽ 20 to 30, അതുപോലെ തന്നെ ഈവൻ നല്ലൊരു കമ്പനിയിലാണ് ഇപ്പോൾ നിങ്ങളൊരു IIT എന്നൊക്കെ ഇറങ്ങിയ ഒരാളാണ്, നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ 20 ഫ്രഷറിൽ സാലറി കിട്ടുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾ മാറി മാറി പോവുകയാണെങ്കിൽ മേ ബി മാക്സിമം നിങ്ങൾക്ക് ഒരു 60 ഒക്കെ ഞാൻ ഒരു ആവറേജ് പറയുന്നത് കേൾക്കാറുണ്ട് ഈ ഒരു മേഖലയിൽ സാലറി പാക്കേജായിട്ട്. അത് ഓൾറെഡി ഒരുപാട് ഒരു 8+ years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ വലിയ വലിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് ടീമിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെയുള്ള പൊസിഷനിലായിരിക്കും അവരുണ്ടാവുക. അല്ലാതെ ജസ്റ്റ് ഒരു ഡാറ്റ അനലിസ്റ്റോ അല്ലെങ്കിൽ ഡാറ്റ സയൻറ്റിസ്റ്റോ കാര്യങ്ങളോ ആയിരിക്കില്ല അവർ. വലിയ വലിയ പ്രോജക്ട്സ് ചെയ്ത് കമ്പനിക്ക് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സാലറിയുടെ എത്രയോ മടങ്ങ് അവർ ചെയ്യുന്ന അവരുടെ അണ്ടറിലുള്ള പ്രൊജക്ട്സിന് റവന്യൂ ജനറേറ്റ് ആകുന്നുണ്ടാവും. അതായത് ഇവർക്ക് കൊടുക്കുന്ന പൈസയുടെ എത്രയോ മടങ്ങ് കമ്പനിക്ക് അവർ റവന്യൂ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും, അവരെ കൊണ്ടും അവരുടെ ടീമിനെ കൊണ്ടും അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ കൊണ്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ഡിപ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ സാലറി ആ ഒരു റേഞ്ചിലേക്ക് പോകുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു, അതായത് നിങ്ങളൊരു ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ ആണെങ്കിൽ, അതായത് നിങ്ങളൊരു മാനേജറൊന്നും ആവില്ല, അതായത് അങ്ങനെയുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ സീനിയർ ഡാറ്റ അനലിസ്റ്റ് വരെ പോകും, അല്ലെങ്കിൽ സീനിയർ ഡാറ്റ സയൻറ്റിസ്റ്റ് വരെ പോകും. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ ആയിട്ട് തന്നെ പോവുകയാണെങ്കിൽ തന്നെ ഈ ഒരു ആവറേജ് നിങ്ങളൊരു 5 to 10 years നിങ്ങൾക്ക് ആവറേജ് ഒരു 20 to 30 LPA എന്നുള്ള ആ ഒരു സ്ലാബിലേക്ക് മാറിയെത്താൻ പറ്റും. അതാണ് ഈ ഒരു മേഖലയുടെ ഒരു എന്താ പറയുക സാലറി പാക്കേജിൻ്റെ ഒരു ഓവറോൾ വ്യൂ. അതായത് നിങ്ങളൊരു ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറുടെയും അല്ലെങ്കിൽ മറ്റുള്ള ക്ലൗഡ് എഞ്ചിനീയേഴ്സിൻ്റെയും IT പൊതുവേ ഉള്ള ഒരു ബാൻഡ് വിഡ്ത്താണിത്, അല്ലെങ്കിൽ ഒരു സാലറി സ്ലാബാണിത് പൊതുവെ. ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു ആവറേജ് കാര്യമാണ്, എല്ലാവരുടെയും കാര്യമല്ല. മേ ബി സ്പെഷ്യൽ കേസസ് ഉണ്ടാവും, മേ ബി ഇതിലും കുറഞ്ഞവരുണ്ടാവും. ഇതൊക്കെ സ്കിൽസിനെ മാറ്റർ ചെയ്യും. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, അവരുടെ വലിയ വലിയ പ്രോബ്ലം ചെയ്യാനുള്ള അവരുടെ കേപ്പബിലിറ്റിയെ കൂടി ഇത് മാറ്റർ ചെയ്യുന്ന കാര്യമാണ്. ആവറേജ് കേസസ് ഇങ്ങനെയാണ്, ഇത്തരം ലെവലിലാണ് സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ ഈ ഒരു മേഖലയിൽ വരുന്നത്. കമ്പാരിറ്റീവ്ലി മറ്റുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ്, IT സപ്പോർട്ട് ഇങ്ങനെയുള്ള മേഖലയിലേക്കാൾ കൂടുതൽ സാലറി പാക്കേജ് ഈ ഒരു മേഖലയ്ക്ക് പുതിയതായതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഇത്തരം പ്രോജക്ട്സ് ചെയ്യുന്നത് കൊണ്ട് കമ്പനിക്ക് നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡാറ്റാ ബേസ്ഡ് ഡിസിഷൻസ്, അതുപോലെ തന്നെ ഡാറ്റാ ബേസ്ഡ് കാര്യങ്ങൾ, ഡാറ്റാ സയൻസ് പ്രോജക്ട്സ് ഒക്കെ സ്കൈ റോക്കറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലൊക്കെയാണ് ചില രീതിയിലുള്ള പ്രോജക്ട്സ് ഒക്കെ വരിക. പ്രൈസിങ് അങ്ങനെയുള്ള രീതിയിലുള്ള പ്രോജക്ട്സ് ഒക്കെ ഉണ്ടാവും. അത് നല്ല രീതിയിൽ ആക്യുറസി മെഷീൻ ലേണിംഗ് മോഡൽസിന് കിട്ടുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ കമ്പനിക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർക്ക് ഇത്രയും സാലറി കൊടുക്കുന്നതുകൊണ്ട് കമ്പനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ആ ഒരു കേസും കൂടി ഈ ഒരു ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കൊടക്കയിൽ വരുന്ന എല്ലാ പ്രൊഫഷണൽസിൻ്റെയും സാലറിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ റവന്യൂ ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഒരു മേഖലയ്ക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ആണെങ്കിൽ ഒരു ഇൻഹൗസ്, അതായത് ഇവർക്ക് ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഇവർക്ക് ഉള്ള കാര്യങ്ങളെ എന്താ പറയുക അവരുടെ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ക്ലൗഡ് എഞ്ചിനീയർ, ഉള്ള സിസ്റ്റത്തിനെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് ഇതൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ സംഭവം, അതായത് ഉള്ള ബിസിനസ്സിനെ കൂടുതൽ ടാർഗറ്റ് ചെയ്യാൻ, സ്ട്രാറ്റജിക്കലായിട്ട് മൂവ് ചെയ്യാൻ, പുതിയ പുതിയ ഡിസിഷൻസ് എടുക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ ആ ഒരു മേഖല എന്താ പറയുക ബെനിഫിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കമ്പനിയുടെ റവന്യൂ കൂടും. അപ്പോൾ ROI എന്ന കാര്യം ഭയങ്കരമായിട്ട് കൂടുതലാണ് ഈ ഒരു മേഖലയിൽ. അതുകൊണ്ട് തന്നെ സാലറി കൊടുക്കുന്നതിൽ ഒരുപാട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എൻട്രി ലെവൽ പൊസിഷനിൽ ഒരുപാട് സാച്ചുറേറ്റഡ് ആണ്. അതായത് കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് തന്നെ കമ്പനീസിനെ നിങ്ങൾ ഒഴിവാക്കിയാലും വേറൊരാൾ ആ സാലറിക്ക് കിട്ടും എന്നുള്ളൊരു ബാരിയർ ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ 4 to 7 LPA എന്നുള്ള ഒരു സാലറി ബാൻഡ് എടുത്ത് നമുക്ക് വരുന്നത് എൻട്രി ലെവൽ. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകുകയാണെങ്കിൽ, നല്ല രീതിയിൽ നിങ്ങൾ ആ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡേറ്റ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു കരിയറിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും സാലറിയുടെ കാര്യത്തിൽ.